നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജയശങ്കർ, ഈശ്വര, ഇയാളെ തിരക്കി പിടിച്ച് വീണ്ടും വന്നോ? ശാലിനിയോട് ഇയാൾ എന്തായിരിക്കും പറയുന്നത്? അപ്പോ ഇവരുടെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, മനസ്സിലായോ? ഇത്രയും കാലത്ത് അനുഭവം വെച്ച് പറയാ മക്കളെ. മനസ്സിലുള്ള തുറന്നു പറയാതെ എത്ര എടുക്കാൻ ശ്രമിച്ചാലും മനസ്സിലെ മുറിവ് കൂടുകയുള്ളൂ. തമ്മിൽ മത്സരിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതം തകർക്കരുത്. അച്ഛനത്രേ പറയാനുള്ളൂ. അയ്യോ മോളെ, അയ്യോ അയ്യോ മോളെ, വല്ലതും പറ്റിയോ? അയ്യോ, കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ. അതെ, പിന്നെ റോഡിൽ കൂടെ പോകുമ്പോ നോക്കിയും കൊണ്ടുമൊക്കെ പോണം. നിങ്ങളുടെ മുഖത്ത് എന്താണോ, കണ്ണുപൊട്ടനാണോ? ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ലേ? അത് ശരി, ഇപ്പൊ കുറ്റം ഞങ്ങളുടെ ആയോ? പിന്നല്ലാതെ. എന്റെ പൊന്നി ഏട്ടാ, ആ കൊച്ചാ വട്ടം ചാടിയത്. നീ വണ്ടി എടുത്തോ. അല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാൻ ഒരാളും ഉണ്ടാവില്ലല്ലോ. മോള് കരയണ്ട, ഒന്ന് ചെറുതായി പൊട്ടിയതല്ലേ ഉള്ളൂ. ഇവിടെ ഏതെങ്കിലും ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി കുറച്ച് മരുന്ന് നോക്കാം. ഇന്ന് വെച്ചാ നാളത്തേക്ക് ഉണങ്ങും. ചേട്ടാ, അവിടെ ഒരു ക്ലിനിക് ഉണ്ട്. മോള് കരയണ്ട, നമുക്ക് മരുന്ന് വെച്ചിട്ട് വീട്ടിലേക്ക് പോവാം. എന്താ മോളുടെ പേര്? കരയണ്ട കേട്ടോ. ഇല്ലനോ, ആ ഫയൽ നമ്മൾ ക്ലോസ് ചെയ്യുന്നില്ല. അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഏർണിംഗ് മെമ്പർ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. പേടിച്ചു പോയ കോളനി നിവാസികളെയെല്ലാം ഇനി നമ്മളായിട്ട് വേണം ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതിലും ഭംഗിയായിട്ട്. അഭാമേ, ഈ വീടിനകത്തിരിക്കുമ്പോഴേ സമയം പോകുന്നതെന്ന് അറിയത്തില്ല. അതെ, പപ്പിമോളെ വിളിക്കാൻ പോകാൻ സമയമായോ? അതിന് രാഘവേട്ടൻ വെപ്രാളപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. സമയമാകുമ്പോ അവരാരെങ്കിലും പോയിക്കോളും. എന്നാലും ചോദിച്ചേക്കാന്നേ. പൊന്നേ, പൊന്നേ. സാറേ, ഇതാ കൊണ്ടുവരുന്നു. ആ, ഞാൻ ഈ ഗുളികയ്ക്ക് വേണ്ടിയല്ല നിന്നെ വിളിച്ചത്. ഈ പപ്പിമോളെ വിളിക്കാരെല്ലാം പോയോ? രോഹിത് കുഞ്ഞ് അല്പം മുമ്പ് ഒരുങ്ങി നിൽക്കുന്ന കണ്ടായിരുന്നു. ആ, എന്നുണ്ടോ? ശരി, ഞാൻ വിളിക്കാനോ. എന്താ പപ്പിമോളെ, എന്താ പറ്റിയേ? എന്താ ഇത്? മോള് സ്കൂളിൽ നടന്നു വരുന്ന വഴിക്ക് ചെറിയൊരു അപകടം ഉണ്ടായി. പേടിക്കണ്ട, ആ കാറുകാരൻ പെട്ടെന്ന് ചവിട്ടിയതുകൊണ്ട് വലിയ പരിക്കൊന്നും പറ്റിയില്ല. പക്ഷേ കൈ കുറച്ച് പൊട്ടി. ഈശ്വര, എന്താ മോളെ ഇത്? എന്തിനാ സ്കൂളിൽ നിന്ന് തനിച്ചു പോകുന്നത്? കൂടുതൽ മുറിവെല്ലാം പറ്റിയിട്ടുണ്ടോ? അതെ, കാര്യമായിട്ടുള്ള പരിക്കൊന്നുമില്ല. പക്ഷെ വീഴ്ചയില് മോളൊന്ന് പേടിച്ചുപോയി. അതിന്റെ ഈ കരച്ചിലൊക്കെ.
അപകടം വരുത്തിയ കാറ്? അവര് പെട്ടെന്ന് പോയി. റോഡിന് കുറുകെ ക്രോസ് ചെയ്യുമ്പോഴാ ഇത് സംഭവിച്ചത്. മോള് ശ്രദ്ധിച്ചില്ല. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നോണ്ട് അടുത്തൊരു ക്ലിനിക്കിൽ കൊണ്ടുപോയി കാണിച്ചു. 2 ദിവസത്തേക്ക് കൈ അനക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ ഇങ്ങനെ കെട്ടിവെച്ചേക്കുന്നേ. ജയശങ്കർ, ഈശ്വര, ഇയാളെ തിരക്കി പിടിച്ച് വീണ്ടും വന്നോ? ശാലിനിയോട് ഇയാൾ എന്തായിരിക്കും പറയുന്നത്? ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുള്ള വരവാണോ? അങ്ങനെയാണെങ്കിൽ എല്ലാം തീർന്നു. എല്ലാ കള്ളക്കളികളും ഇവിടെ അവസാനിച്ചു. ഇതത് തന്നെ. ഇയാൾ എന്നെ തേടി തന്നെ വന്നതാ. ഇല്ലെങ്കിൽ ഇയാൾക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. എൻഗേജ്മെന്റിന്റെ അന്ന് അയാളെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞവളാ ഞാനെന്ന് സത്യാമ്മ അറിഞ്ഞ സത്യാമ്മ എന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും, ഉറപ്പാ. ബാഗേ, എന്നാ പിന്നെ ഞാനങ്ങോട്ട്. പേര് പറഞ്ഞില്ലല്ലോ. ജയശങ്കർ. പപ്പിമോളെ സഹായിച്ച് ഇവിടെ വരെ കൊണ്ടാക്കിയിട്ട് അങ്ങനങ്ങ് പോയാലോ? തിരക്കില്ലെങ്കിൽ വരും. 2 മിനിറ്റ് ഇരുന്ന് ഇവിടെ ഉള്ളവരെ പരിചയപ്പെട്ടിട്ട് പോവാം. അതിനെന്താ, ആയിക്കോട്ടെ. ശരി മോളെ, കൂടുതലൊന്നും പറ്റിയില്ലല്ലോ, കുഴപ്പമില്ല. വാ, വാ. അയാൾ അകത്തേക്ക് വരുവാണല്ലോ. എന്തായിരിക്കും ഇനി സംഭവിക്കുക? ഈശ്വര, സത്യമ്മ ഏത് സമയത്തും മുകളിലോട്ട് കയറി വരാം. എന്തായിരിക്കും ജയശങ്കർ പറയുക? തിരക്കുന്നത് എന്നെ കുറിച്ചല്ലെങ്കിൽ പിന്നെ ജയശങ്കറിന് ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ശാലിനിക്ക് കിട്ടുന്ന ഒരു അവസരമായി അവൾ ഇതെടുക്കും. എന്നെ പുകച്ച് പുറത്ത് ചാടിക്കാനുള്ള കനലും കൊണ്ടിരിക്കുന്നവൾക്ക് മുന്നിൽ ജയശങ്കർ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാൽ ഈ കനല് കത്തും. ഇല്ലെങ്കിൽ അവള് കത്തിക്കും. രക്ഷപ്പെടാൻ ഒരു വഴി അതാലോചിക്കേണ്ടിയിരിക്കുന്നു. ആ, ദാ വരുന്നുണ്ടല്ലോ. ഞാൻ പോയിട്ട് വരാം സത്യമേ. അല്ല, സമയം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഏയ് ഇല്ല, സമയമായി വരുന്നേ ഉള്ളൂ. എടാ, ഇനിയിപ്പോ നീ ഒരു 5 മിനിറ്റ് മുമ്പേ അവിടെ പോയി വെയിറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. മോളെ, മോളെ, എന്തു പറ്റി? എന്തു പറ്റി? എന്റെ പൊന്നുമോൾക്ക് എന്താ പറ്റിയത്? എന്താ മോളെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.